Hi dear students, ഹോസ്പിറ്റൽ സർവീസ് ഓപ്പറേഷൻ്റെ ലെക്ചർ സീരീസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എമർജൻസി സർവീസസുകളെ കുറിച്ചിട്ടാണ്. എന്താണ് എമർജൻസി സർവീസസ്? എന്ത് നിങ്ങൾക്കറിയാം എമർജൻസി സർവീസസിനെ കുറിച്ചിട്ട്? ഫസ്റ്റ് ഓഫ് ഓൾ, നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ്സിലോട്ട് കിടക്കുന്നതിന് മുന്നേ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പരിശോധിക്കാം. എന്താണ് ഒരു എമർജൻസി എന്ന് പറയുന്ന വേർഡ് മീനിങ്? പെട്ടെന്ന് എന്നുള്ളതാണ് അല്ലേ. അപ്പം ഒരു ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ്സിന് നമ്മൾ എന്തുകൊണ്ടായിരിക്കും എമർജൻസി സർവീസസുകൾ എന്ന് പേരിട്ടിട്ടുണ്ടാവുക? പെട്ടെന്ന് എന്നുള്ളതിന് റിലേറ്റ് ചെയ്തായിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കണം നമ്മൾ ഇതിനെ ഇങ്ങനെ ഒരു നെയിം കൊടുക്കാനുള്ള ചാൻസസ്. അപ്പം നമുക്ക് ഇതിൻ്റെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പോകാം. അറ്റ് ദ എൻഡ് ഓഫ് ദിസ് സെഷൻ നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ടായിരിക്കും ഇതിനൊരു എമർജൻസി ഡിപ്പാർട്ട്മെന്റുകൾ എന്ന് പേരിട്ടിരിക്കുന്നത്. ഇൻട്രൊഡക്ഷൻസിലോട്ട് വരുമ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ എമർജൻസി എന്ന് പറയുന്ന വേർഡ് ഏർജൻറ്റ് എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇതിൻ്റെ മീനിങ് തന്നെ പെട്ടെന്നാക്കുക എന്നുള്ള ഒരു വേർഡ് മീനിങ് ആണ് ഇതിൽ വരുന്നത്. അപ്പം ഹോസ്പിറ്റലിൻ്റെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ഫങ്ഷൻ ചെയ്യുന്നത്, ഒരു ഹോസ്പിറ്റലിലോട്ട് ഒരു പേഷ്യൻ്റ് പെട്ടെന്ന് വന്ന് അവരുടെ കണ്ടീഷൻസിന് സീരിയസ് ആണോ അല്ലയോ, അല്ലെങ്കിൽ പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ്സ് എടുക്കാൻ നമ്മുടെ നോർമൽ പ്രോസസ്സിലൂടെ പോകുമ്പോൾ അതൊരു ലെങ്തി പ്രോസസ്സായി മാറാൻ ചാൻസസ് ഉണ്ട്. എല്ലാ കേസസിനെയും നമുക്കൊരു നോർമൽ കേസായിട്ട് കൺസിഡർ ചെയ്ത് വെയിറ്റ് ചെയ്യാൻ നമുക്ക് ടൈം ഉണ്ടാകണമെന്നില്ല. ചില ട്രീറ്റ്മെൻറ്റ്സുകൾ നമുക്ക് ക്വിക്ക് ടൈമിൽ വേണം അതിന് ഡിസസീവായിട്ട് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സുകൾ നൽകാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നൽകാൻ പറ്റിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ആ പേഷ്യൻറ്റിൻ്റെ ലൈഫ് തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ ചാൻസസ് ഉണ്ട്. അങ്ങനെയുള്ള കേസസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് 24/7 വർക്ക് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മുടെ എമർജൻസി സർവീസസ് എന്ന് പറയപ്പെടുന്നത്. ഹോസ്പിറ്റൽസുകളിലെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്സ് ഡിഫറെൻറ്റ് നെയിംസുകളിൽ അറിയപ്പെടാറുണ്ട്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണപ്പെടാറ് 24/7 ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്, അതേപോലെ ട്രോമ ആൻഡ് എമർജൻസി യൂണിറ്റ്, ആക്സിഡൻറ്റ് ആൻഡ് ട്രോമ യൂണിറ്റ് എന്നുള്ളതാണ് ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന കുറച്ച് നെയിംസുകൾ. നമുക്ക് ആദ്യം എമർജൻസി സർവീസസുകളും ഇതിൻ്റെ ഡിഫറെൻറ്റ് ഏരിയാസുകളെയും ഡിഫൈൻ ചെയ്യുമ്പോൾ ആദ്യം എന്താണ് ഒരു മെഡിക്കൽ എമർജൻസി, എന്ത് കണ്ടീഷനെയാണ് നമ്മൾ മെഡിക്കൽ എമർജൻസി ആയിട്ട് കണക്ക് കൂട്ടപ്പെടുന്നത്? മെഡിക്കൽ എമർജൻസി എന്ന് പറയുന്നത് എ സിറ്റുവേഷൻ വെൻ ദ പേഷ്യൻ്റ് റിക്വയർസ് urgent and high quality medical care to prevent loss of life or limb or initiate action for the restoration of normal healthy life. ഒരു ഇൻഡിവിജ്വലിന് ഏറ്റവും പെട്ടെന്ന് തന്നെ അവർക്ക് മെഡിക്കൽ കെയറുകൾ കൊടുക്കാൻ പറ്റണം. ഈ മെഡിക്കൽ കെയറുകൾ കൊടുക്കാൻ പറ്റാതിരുന്നാൽ അവരുടെ ലൈഫിനെ തന്നെ അത് ബാധിക്കാൻ ചാൻസസ് ഉള്ള കണ്ടീഷൻസിനെയാണ് നമ്മൾ മെഡിക്കൽ എമർജൻസി എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. എന്താണ് ഒരു എമർജൻസി എന്ന് പറയപ്പെടുന്നത്? ഒരു എമർജൻസി എന്ന് പറയുന്നത് ഒരു പേഷ്യൻറ്റിനോ അവരുടെ റിലേറ്റീവ്സിനോ തോന്നുകയാണ്, ഓക്കെ ഇത് പെട്ടെന്ന് തന്നെ ചികിത്സ എടുത്തിരിക്കണം, ഇത് ചികിത്സ എടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംഭവിക്കാൻ ചാൻസസ് ഉണ്ട് എന്ന് തോന്നുന്ന ഒരു കണ്ടീഷനെയാണ് അല്ലെങ്കിൽ ഒരു ഏരിയാസിനെയാണ് നമ്മൾ എമർജൻസി എന്ന് പറയപ്പെടുന്നത്. ഇനി എന്താണ് ഒരു ആക്സിഡൻ്റ് എന്ന് പറയുന്നത്? ആക്സിഡൻ്റ് എന്ന് പറയുന്നത് അൺപ്ലാൻഡ് ആയിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാതെ സംഭവിക്കുന്ന കാര്യങ്ങളെയാണ് ആക്സിഡൻസുകൾ എന്ന് പറയപ്പെടുന്നത്. ഇനി ഒരു എമർജൻസിയിൽ ഉണ്ടാകേണ്ട എസെൻഷ്യൽ കോമ്പോണൻസുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു എമർജൻസി കെയർ ടീമുകൾ ഉണ്ടാകണം, പാരാമെഡിക്കൽ പേഴ്സണൽസ് ഉണ്ടാകും, ട്രയേജിങ് സിസ്റ്റംസുകൾ വർക്ക് ചെയ്യും, എമർജൻസി മെഡിക്കൽ സിസ്റ്റംസുകൾ ഉണ്ടാകും. ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എമർജൻസി സർവീസസുകളെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ എമർജൻസി സർവീസസുകളെ നമുക്ക്
എമർജൻസി, മേജർ എമർജൻസി അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എമർജൻസി കേസസ്, റെഫറൽ എമർജൻസി കേസസ്, അതേപോലെ ബേസിക് ആയിട്ടുള്ള എമർജൻസി കേസസ്, സ്റ്റാൻഡ് ബൈ എമർജൻസി കേസസ് എന്നിങ്ങനെ ഡിഫറെൻറ്റ് ഏരിയാസുകളായിട്ടാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. മേജർ എമർജൻസി ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ഒരു നാച്ചുറൽ ഡിസാസ്റ്ററോ മാൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സുകളോ ഉണ്ടാകുമ്പോൾ അതിൻ്റെ കാഷ്വാലിറ്റീസിനെ ഹാൻഡിൽ ചെയ്യുന്നതാണ് മേജർ എമർജൻസി അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് റെഫറൽ എമർജൻസികളാണ്. ഒരു ഹോസ്പിറ്റൽ സെറ്റപ്സുകളിൽ നിന്നോ ഡോക്ടേഴ്സുകളോ വേറൊരു ഹോസ്പിറ്റൽസിലോട്ട് റെഫർ ചെയ്ത് കൊണ്ടുവരുന്നതാണ് റെഫറൽ എമർജൻസി സർവീസസ്. ബേസിക് ആയിട്ടുള്ള എമർജൻസി, ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എമർജൻസി സർവീസസ്. അതേപോലെ സ്റ്റാൻഡ് ബൈ എമർജൻസി, നമുക്ക് എപ്പോഴാണോ ആവശ്യം വരുന്നത് അതിന് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് സ്റ്റാൻഡ് ബൈ എമർജൻസികൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഒരു ഹോസ്പിറ്റൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫങ്ഷൻസുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ സർവീസസുകളാണ് അവർ നമുക്ക് നൽകാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള മെഡിക്കൽ കെയറുകളാണ്. നമ്മുടെ കണ്ടീഷൻസിനെ ബേസ് ചെയ്ത് അവർ അസസ് ചെയ്തിട്ട് അതിന് ഏറ്റവും പ്രയർ ആയിട്ടുള്ള ബേസിക് അല്ലെങ്കിൽ ഇൻ്റർവെൻഷൻസ് ചെയ്ത് നമ്മുടെ ലൈഫ് ത്രെറ്റനിങ് കണ്ടീഷനിൽ നിന്നും നോർമൽ അല്ലെങ്കിൽ വൈറ്റൽ സ്റ്റാറ്റസ് നിലനിർത്തുന്നതിനെയാണ് നമ്മൾ ഇമ്മീഡിയറ്റ് മെഡിക്കൽ കെയർ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇനി ഇമോഷണൽ നീഡ്സുകളെ അഡ്രസ്സ് ചെയ്യുന്നത്, പേഷ്യൻസും ബൈസ്റ്റാൻഡേഴ്സുകളൊക്കെ ഇവരുമായിട്ട് ഡിഫറെൻറ്റ് കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഹോസ്പിറ്റൽ എമർജൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആ ഡിപ്പെൻഡ് ചെയ്തവർക്ക് ഒരു ഇമോഷണൽ നീഡ്സിനെ അഡ്രസ്സ് ചെയ്ത് അവർ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. കോപ്പറേഷൻ ഇൻ മെഡിക്കോ ലീഗൽ കേസസ്, നമുക്ക് ഡിഫറെൻറ്റ് കേസസുകൾ ഹോസ്പിറ്റൽസ് എൻകൗണ്ടർ ചെയ്യുന്നുണ്ട്. അതിൽ സെക്ഷൽ അബ്യൂസസുകൾ ഉണ്ടാകാം, റോഡ് ട്രാഫിക് ആക്സിഡൻസുകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ഫിസിക്കൽ അസോൾട്ട്സുകൾ ഉണ്ടാകാം. ഇതൊക്കെ നമ്മുടെ ലീഗൽ അതോറിറ്റിയുമായിട്ട് കണക്ട് ചെയ്തിട്ട് ആ ലീഗൽ ആക്ഷൻസുകൾ എടുക്കാൻ വേണ്ടി മെഡിക്കോ ലീഗൽ കേസസിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായി നിൽക്കുകയാണ് നമ്മുടെ എമർജൻസി ടീം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നൽകുന്നത് ആംബുലൻസ് സർവീസസുകളാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ആംബുലൻസ് സർവീസസുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റൽസിലോട്ട് നമ്മൾ പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യാനും അതേപോലെ എമർജൻസി ഇൻ്റർവെൻഷൻസുകൾ ചെയ്യാനും സൗകര്യമുള്ള വാഹനങ്ങളാണ് ആംബുലൻസ് സർവീസസുകൾ എന്ന് പറയപ്പെടുന്നത്. ഇനി ഡിസാസ്റ്റർ റെസ്പോൺസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടീംസുകൾ, എന്തെങ്കിലും ഒരു നാച്ചുറൽ ഡിസാസ്റ്റേഴ്സോ മാൻമെയ്ഡ് ഡിസാസ്റ്ററുകളോ ഉത്ഭവിക്കുമ്പോൾ അതിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടും മെഡിക്കൽ മാനേജ്മെൻറ്റും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടീമാണ് ഡിസാസ്റ്റർ റെസ്പോൺസ് ടീം. എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ചേഴ്സ്, ഭാവിയിലോട്ട് വളർന്നു വരുന്ന ഡോക്ടറുകളെ വാർത്തെടുക്കുന്നതും ഡോക്ടേഴ്സ് മാത്രമല്ല മെഡിക്കൽ സർവീസസിലുള്ള സ്റ്റാഫുകളെ മുഴുവനായിട്ടും എഡ്യൂക്കേറ്റ് ചെയ്യുന്നതും അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്സുകളും നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള റിസർച്ച് ആക്ടിവിറ്റീസുകളും നടത്താൻ വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ഏരിയാസ് ആയി നിൽക്കുന്നതാണ് നമ്മുടെ മെഡിക്കൽ എമർജൻസി ഏരിയാസുകൾ എന്ന് പറയപ്പെടുന്നത്. നെക്സ്റ്റ് നമുക്ക് കൺസിഡറേഷൻസുകൾ പറയുകയാണ്. ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൺസിഡറേഷൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നിൽക്കുന്നതാണ് ലൊക്കേഷൻ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഒരു ഹോസ്പിറ്റൽസിൻ്റെ ഏത് പൊസിഷൻസിൽ നമുക്ക് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്സുകളെ പ്ലേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമുക്ക് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ഫങ്ഷൻ ചെയ്യുന്നത് തന്നെ അർജൻറ്റ് കെയറുകളെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ പ്ലേസിങ്ങും അതേപോലെ എല്ലാവർക്കും ഈസിലി ആക്സസബിൾ ആയിട്ടുള്ള ഒരു ഏരിയാസിലായിരിക്കണം. എന്നാൽ മാത്രമേ അവർക്ക് പേഷ്യൻസിന് ഈസിലി ഈ ഒരു ഏരിയാസിലോട്ട് ആക്സസ് കിട്ടാൻ പോകുന്നുള്ളൂ. അപ്പം നമുക്ക് ഏതൊരു ഭാഗത്ത് ഹോസ്പിറ്റൽസുകൾ 5ഉം 6ഉം ഫ്ലോറുകളുള്ള ഹോസ്പിറ്റലിൽ നമുക്ക് എമർജൻസി ഏറ്റവും 6th ഫ്ലോറിൽ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് പ്രശ്നങ്ങൾ? ഇനി ഒരു അണ്ടർഗ്രൗണ്ട് സെക്ഷൻസിലാണെങ്കിൽ എന്താണ് പ്രശ്നങ്ങൾ? ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയാസുകളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും പ്രശ്നങ്ങൾ? അപ്പം ഇതിൻ്റെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ഫൈൻഡ് ചെയ്ത് എല്ലാവർക്കും ഈസിലി ആക്സസും
അതേപോലെ തന്നെ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സുകളുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാനും പറ്റുന്ന രീതിയിൽ നമുക്ക് വേണം എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്സുകളെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് സോൺസുകൾ എന്ന് പറയുന്നത് ഔട്ടർ സോൺസുകളാണ്. ഔട്ടർ സോൺസുകളാകുമ്പോൾ എല്ലാവർക്കും ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഹോസ്പിറ്റൽസുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഹോസ്പിറ്റൽസിൻ്റെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ എപ്പോഴും വെൽ ലിറ്റഡ് ആയിരിക്കും. അതും അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സുകൾ വെച്ചിട്ട് നമുക്ക് ഈവൻ റോഡിലൂടെ പാസ് ചെയ്യുമ്പോൾ പോലും കാണാൻ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കും എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റുകൾ. കാരണം ഒരു പേഷ്യൻ്റ് എമർജൻസി കെയർ എടുക്കാൻ വരുമ്പോൾ നമ്മളൊരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റുകൾ തിരഞ്ഞ് നടക്കുന്നത് കൊണ്ട് അവിടെ നഷ്ടമാകുന്ന ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ടൈം മതിയാകും ഒരു പേഴ്സൻ്റെ ലൈഫിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെയാണ് ഈ ഒരു ടൈം ചിലപ്പോൾ നമ്മുടെ പേഷ്യൻറ്റിൻ്റെ ലൈഫ് തന്നെ എടുത്ത് കളയാനും പറ്റുന്നതാണ്. അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പൊസിഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ഔട്ടർ ഏരിയാസിൽ പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഇതിൻ്റെ ഡിഫറെൻറ്റ് കൺസിഡറേഷൻസുകൾ നമുക്ക് നോക്കാം. ഒപ്റ്റിമൽ ഗ്രൗണ്ട് ഫ്ലോർ ലൊക്കേഷൻസുകളാണ്. ഓക്കെ, അതായത് ഏറ്റവും ഈസിലി ആക്സസബിൾ ആയിട്ടുള്ള ഏരിയാസുകളിൽ വേണം നമ്മൾ നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രൊമിനൻറ്റ് ഫ്രണ്ട് ഫേസിങ് പൊസിഷൻസുകളായിരിക്കണം. എപ്പോഴും ഫ്രണ്ട് ഫേസിങ്ങിലായിട്ടാണ് നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ പ്ലേസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് സെപ്പറേറ്റ് എൻട്രി ആണ്. ഹോസ്പിറ്റൽസിൻ്റെ ഒ പിയിലോട്ടോ ഐ പി പേഷ്യൻസോ എൻട്രി ചെയ്യുന്ന അതേപോലെയുള്ള ഒരു കോമൺ ഗേറ്റ് ആയിരിക്കരുത് നമ്മുടെ ഹോസ്പിറ്റലിലെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്സുകൾക്ക്. അവിടെ പ്രത്യേകം തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സെപ്പറേറ്റ് എൻട്രി സിസ്റ്റവും പാർക്കിംഗ് സിസ്റ്റവും നമുക്ക് അവൈലബിൾ ആക്കി കൊടുക്കുക. പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻ സൈൻ ബോർഡ്സുകളും അതേപോലെ സൈനേജസും ഗൈഡ് ലൈൻസുകളും അതേപോലെ തന്നെ സ്റ്റാഫുകളെയും നമ്മൾ യൂസ് ചെയ്തിട്ട് പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കാൻ പറ്റുന്നതായിരിക്കണം നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്സിലോട്ട്. ഇനി ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സുകളുമായിട്ട് ഈസിലി ആക്സസബിൾ ആയുള്ള രീതിയിലായിരിക്കണം പ്ലേസ് ആയിട്ടുണ്ടാവുക. അപ്പം എമർജൻസിയിൽ വരുന്നവർ ഡിഫറെൻ്റ് ആവശ്യങ്ങൾ റിലേറ്റഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവർക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടത് ചിലപ്പം എക്സ്റേസുകളാകാം, ലാബോറട്ടറീസുകളാകാം. ഇപ്പം എന്താണോ അവരുടെ ആവശ്യങ്ങൾ, അപ്പം നമുക്ക് അറിയില്ല, ഓരോ പേഷ്യൻസിൻ്റെയും ഡിഫറെൻ്റ് ആവശ്യങ്ങൾ അനുസരിച്ചിട്ട് ഈസിലി ആക്സസബിൾ ആയിട്ടുള്ള രീതിയിൽ വേണം നമ്മുടെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സുകളുടെ ലൊക്കേഷൻസ്. ഇനി ബാക്കിയുള്ള കൺസിഡറേഷൻസ്, ഇപ്പോൾ ലൊക്കേഷൻ കൺസിഡറേഷൻസുകളിലാണ് നമ്മളത് പറഞ്ഞിട്ടുണ്ടായത്. ബാക്കിയുള്ളത് നോക്കുമ്പോൾ പ്രോംപ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഇനീസിയേഷൻ അപ്പോൺ പേഷ്യൻ്റ് അറൈവൽ. പേഷ്യൻ്റ് വന്ന ഉടനെ തന്നെ മെഡിക്കൽ ടീം റെഡി ആയിരിക്കണം. എന്നാൽ അവർക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ എന്താക്കാം ട്രീറ്റ്മെൻറ്റ്സുകൾ ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നത് അക്യുറേറ്റ് റെക്കോർഡ് കീപ്പിംഗ് ഫോർ മെഡിക്കേഷൻസ്. പ്രോപ്പറായിട്ടുള്ള റെക്കോർഡ് കീപ്പിംഗ് സിസ്റ്റം, എമർജൻസി റെക്കോർഡ് സിസ്റ്റം തന്നെ നമുക്ക് അവിടെ ഉണ്ടായിരിക്കണം. സിസ്റ്റമാറ്റിക് റെക്കോർഡിംഗ് ഫോർ സ്പെഷ്യലിസ്റ്റ് കൺസൾട്ടേഷൻസ്, വൈറ്റൽ സൈൻസ് ആൻഡ് ഒബ്സർവേഷൻസ്. പ്രോപ്പറായിട്ടുള്ളൊരു സിസ്റ്റം നമ്മൾ ജനറേറ്റ് ചെയ്തെടുക്കണം. എപ്പോഴാണ് ഒരു കൺസൾട്ടേഷന് വേണ്ടിയിട്ട് റെഫർ ചെയ്യുന്നത്, അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ പ്രയറായിട്ട് ചെയ്ത് വച്ചിരിക്കണം, എന്തൊക്കെ ഫസ്റ്റ് എയ്ഡുകൾ കൊടുത്തിരിക്കണം എന്നുള്ളത്. ഇനി ഹോസ്പിറ്റൽ അഡ്മിഷൻസ് ഇൻവോൾവ് ന്യൂ രജിസ്ട്രേഷൻസ് വിത്ത് ബെഡ് വാർഡ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. എമർജൻസിയിൽ വരുന്നവരാണെങ്കിൽ പോലും ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് പ്രയോറിറ്റി ആണെങ്കിൽ നെക്സ്റ്റ് എന്ന് പറയുന്നത് അവരെ രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നുള്ളത്, ഹോസ്പിറ്റൽ റെക്കോർഡ്സുകളിലോട്ട് അവരെ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് റെഫറൽ ടു അനദർ ഫെസിലിറ്റി ഈസ് ഡൺ ഓൺലി ആഫ്റ്റർ എൻഷുറിങ് പേഷ്യൻ്റ് സ്റ്റെബിലിറ്റി. പേഷ്യൻ്റെ എക്സിസ്റ്റിംഗ് കണ്ടീഷൻസ് വളരെ സ്റ്റേബിൾ ആണ് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് അങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഇല്ലെങ്കിൽ വേറൊരു ഹോസ്പിറ്റലിലോട്ട് റെഫറലുകൾ പോലും ചെയ്യാൻ പാടുകയുള്ളൂ. ഇനി ചില കേസുകളിൽ നമുക്കറിയാം ഡോക്ടറും അതേപോലെ മെഡിക്കൽ ടീമും കൂടെ ചിലപ്പോൾ നമ്മുടെ പേഷ്യൻറ്റിൻ്റെ കൂടെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അക്കമ്പനി ചെയ്യേണ്ടി വരും. അപ്പം അതിനുള്ള ഫെസിലിറ്റീസ് കൂടി നമുക്ക് നമ്മുടെ ഹോസ്പിറ്റൽസുകളിൽ അവൈലബിൾ ആയിരിക്കണം എന്നുള്ളതാണ് ഡിഫറെൻറ്റ് കൺസിഡറേഷൻസുകളിൽ വരുന്നത്. ഇനി നമുക്കൊരു ഹോസ്പിറ്റൽസിൻ്റെ ഓപ്പറേഷൻസുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം ഒരു ഹോസ്പിറ്റൽസിൻ്റെ ഓപ്പറേഷൻസിൽ ഇമ്പോർട്ടൻ്റ് ആയി നിൽക്കുന്നതാണ് അതിൻ്റെ എൻട്രി പോയിൻറ്റ്സുകൾ എന്ന് പറയുന്നത്. അപ്പം ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്സിൽ വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അവരെ എൻട്രി ചെയ്യിപ്പിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പറേഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്.
നമുക്ക് 2 ടൈപ്പ് ഓഫ് പേഷ്യൻസുകളാണ് ഉണ്ടാകുന്നത്. ഒന്ന് ആംബുലൻ്റ് ആയിട്ടുള്ളത്. ആംബുലൻ്റ് എന്ന് പറയുന്നത് നടക്കാൻ സാധിക്കുന്ന പേഷ്യൻസുകളും, മറ്റൊന്നെന്ന് പറയുന്നത് സീരിയസ്ലി ഇഞ്ചേർഡ് ആണ്, അല്ലെങ്കിൽ അൺകോൺഷ്യസ് ആണ്. അവർക്ക് ഡിപ്പെൻഡൻ്റ് ആയിട്ട് മാത്രമേ സർവീസസുകൾ എടുക്കാൻ പറ്റുകയുള്ളൂ. ആംബുലൻ്റ് ആയിട്ടുള്ള പേഷ്യൻസ് ആണ്, അവരുടെ കണ്ടീഷൻസ് സിവിയർ ഒന്നും അല്ലെങ്കിൽ നമുക്ക് അവരുടെ നോർമൽ രജിസ്ട്രേഷൻ പ്രോസസ്സുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഡയഗ്നോസിസും ട്രീറ്റ്മെൻറ്റ്സുകളും പിന്നെ ഫർദർ ട്രീറ്റ്മെൻറ്റ്സും ട്രാൻസ്ഫറുകളും ചെയ്യുന്നത്. മറിച്ച് ഇതൊരു ക്രിട്ടിക്കലി ഇല്ലും സീരിയസുമായിട്ടുള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ രജിസ്ട്രേഷനിങ്ങായിട്ട് മുന്നേ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് എക്സാമിനേഷൻസിനും അവരുടെ കൺസൾട്ടേഷൻസിനുമാണ്. ഓക്കെ, ഇത് ചെയ്യുന്നതാണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി ആയി വരുന്നത്. അതിനുശേഷം നമ്മൾ ബൈസ്റ്റാൻഡേഴ്സിനെയോ ഇല്ലെങ്കിൽ അവർ വൺസ് ഓക്കെ ആണെങ്കിൽ അവരെ വെച്ചിട്ടാണ് നമ്മൾ രജിസ്ട്രേഷൻ പ്രോസസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി അൺഐഡൻറ്റിഫൈഡ് പേഷ്യൻ്റ് ആയിട്ടും നമുക്ക് രജിസ്ട്രേഷൻസുകൾ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നെക്സ്റ്റ് പ്രോസസ്സിലോട്ട് പോകുന്നത്. അപ്പം ഒരു സീരിയസ്ലി ഓർ ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള പേഷ്യൻസിനെ പോയി നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ട്രീറ്റ്മെൻറ്റ്സ് കൊടുക്കുക എന്നുള്ളത്. അതിന് അർത്ഥമായി വരുന്നത് ഒരിക്കലും നമ്മുടെ ഹോസ്പിറ്റൽ റെക്കോർഡ്സിലോട്ട് അവരെ എൻട്രി ചെയ്യേണ്ട എന്നുള്ളതല്ല. ഫസ്റ്റ് പ്രയോറിറ്റിയിൽ കൺസൾട്ടേഷൻസും ട്രീറ്റ്മെൻറ്റ്സുകളും കൊടുത്ത് മീൻവൈൽ നമ്മൾക്ക് എന്താക്കാം, രജിസ്ട്രേഷൻ പ്രോസസ്സുകൾ കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അവിടെ അത്രയും ടൈം നമ്മൾ എന്താക്കേണ്ട, വേസ്റ്റ് ചെയ്യേണ്ട എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നമുക്കൊരു ഫ്ലോ ചാർട്ട് നോക്കാം. ഒരു പേഷ്യൻറ്റിനെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്സിലോട്ട് കൊണ്ടുവരുന്നതോട് കൂടിയിട്ട് എമർജൻസി മെഡിക്കൽ ഓഫീസറും അതിൻ്റെ പാരാമെഡിക്കൽ ടീംസുകളും ഇനീഷ്യൽ അസസ്മെൻറ്റ്സുകൾ നടത്തുന്നുണ്ട്. ഈ ഇനീഷ്യൽ അസസ്മെൻറ്റ്സിൽ നമ്മൾ ടെമ്പറേച്ചർ, BP, പൾസ് റേറ്റ്, റെസ്പിറേറ്ററി റേറ്റ്, SpO2 വാല്യൂസുകളാണ് ബേസിക് ആയിട്ട് ചെക്ക് ചെയ്യുന്നത്. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ 3 കാറ്റഗറി ആയിട്ടാണ് പേഷ്യൻസിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന് സ്റ്റേബിൾ പേഷ്യൻ്റ്, ഒന്ന് അൺസ്റ്റേബിൾ പേഷ്യൻ്റ്, പിന്നെ ഒന്ന് ഡെഡ് ആയിട്ടുള്ള പേഷ്യൻ്റ്. അപ്പം സ്റ്റേബിൾ പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ അവർക്ക് എന്താണോ അത്യാവശ്യമായിട്ടുള്ളത്, ഇപ്പോൾ പെയിനായിട്ട് സിവിയർ പെയിനായിട്ട് വരുന്ന ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പെയിന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് പ്രത്യേകം മെഡിസിൻസും ട്രീറ്റ്മെൻറ്റ്സുകളും കൊടുത്തിട്ട് ഒരു ഓക്കെ ആണെങ്കിൽ നമ്മൾ എന്താക്കും, അവരെ വീട്ടിലോട്ട് തിരിച്ച് പറഞ്ഞയക്കുന്നു. കൺസൾട്ടേഷൻസിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ കൺസൾട്ടൻസ് വിളിച്ച് വരുത്തി അവരുടെ എക്സാമിനേഷൻസുകൾ കംപ്ലീറ്റ് ചെയ്ത് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ്സുകൾ കൊടുത്ത് അവരെ അഡ്മിറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ വീട്ടിലോട്ട് പറഞ്ഞയക്കാം. അൺസ്റ്റേബിൾ പേഷ്യൻസ് ആണെങ്കിൽ നമുക്ക് പ്രൈമറി അസസ്മെൻറ്റോട് കൂടി തന്നെ നമുക്ക് അവരുടെ എയർവേ, ബ്രീത്തിങ്ങും സർക്കുലേഷൻസും പേറ്റൻറ്റഡ് ആണോ എന്നുള്ളത് കൂടി നോക്കണം. അത് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ അഡ്മിറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിച്ച് കൺസൾട്ടേഷൻസിൻ്റെ ഒപ്പീനിയൻസ് കൂടെ എടുത്തിട്ടാണ് നമ്മൾ ഫർദർ ട്രീറ്റ്മെൻറ്റ്സിലോട്ട് മൂവ് ചെയ്യുന്നത്. ഇനി ഡെത്തോട് കൂടിയിട്ട് വരുന്ന ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ അതൊരു മെഡിക്കോ ലീഗൽ കേസായിട്ടാണ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഹോസ്പിറ്റൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ ഫേസ് ചെയ്യുന്ന കുറച്ച് ഹഡിൽസുകളെ കുറിച്ചിട്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ നമുക്കറിയാം 24/7 വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഓവർ ക്രൗഡിങ്സുകൾ, കാരണം നമ്മുടെ OP ടൈമിങ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡോക്ടേഴ്സുകൾ അവൈലബിൾ ആവുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ എല്ലാ പേഷ്യൻസുകളും ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്സുകളെയാണ്. ഓവർ ക്രൗഡിങ്, സ്റ്റാഫ് ഷോർട്ടേജസ്, അൺകോമ്പൻസേറ്റഡ് കെയറുകൾ, സ്റ്റാഫ് ഓവർ വർക്ക്, ലാക്ക് ഓഫ് സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് ആൻഡ് അതേപോലെ തന്നെ എല്ലാ ടൈപ്പ് ഓഫ് പേഷ്യൻസുകളും ഡിപ്പെൻഡ് ചെയ്യുന്നത് എമർജൻസികളാണ്. പെയിനുള്ളവരും അതേപോലെ സിവിയറായിട്ടുള്ള ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുള്ളവരും ലൈഫ് ത്രെറ്റനിങ് കണ്ടീഷൻസ് ഉള്ളവരും, അപ്പം നമുക്ക് ഇവരെ ട്രയേജിങ് ചെയ്യാനും ബുദ്ധിമുട്ടാകാറുണ്ട്. അതുകൊണ്ട് ക്രൈസിസ് ഓഫ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്സുകളിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കൊരു ഹോസ്പിറ്റൽസിൽ മെഡിക്കോ ലീഗൽ കേസസുകൾ നമ്മൾ എങ്ങനെയാണ് ഡീല് ചെയ്യാൻ പറ്റുന്നത്. മെഡിക്കോ ലീഗൽ കേസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീഗൽ ഒപ്പീനിയൻസുകൾ എടുക്കേണ്ട കേസസുകളെയാണ് നമ്മൾ മെഡിക്കോ ലീഗൽ കേസസ്. ഒരു ഡോക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ഇൻഡിവിജ്വലും പേഷ്യൻ്റ് മാത്രമാണ്. യാതൊരുവിധ ബയാസിങ്ങും ഇല്ലാതെ ഫസ്റ്റ് കേസസിൽ അവരെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രയോറിറ്റി ആയി വരുന്നത്. അതിനുശേഷം മാത്രമാണ് നമ്മൾ അവരുടെ
കേസസിനെ മെഡിക്കോ ലീഗൽ കേസസ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പം എന്തായാലും ഫസ്റ്റത്തെ പ്രയോറിറ്റിയിൽ അവരെ ട്രീറ്റ് ചെയ്ത് നമ്മളതിനെ എന്താക്കുകയാണ്, ലീഗൽ ഇംപ്ലിക്കേഷൻസുകൾ ഉള്ളതാണെങ്കിൽ അവരെ ലീഗലി നമ്മൾ അറിയിക്കുന്നു. അപ്പം എല്ലാ മെഡിക്കോ ലീഗൽ കേസസിനെയും MLCകൾ എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടാകണം. അതേപോലെ അത്യാവശ്യമായിട്ടുള്ള എല്ലാ മെഡിക്കൽ എയ്ഡ്സുകളും കൊടുത്തിട്ടുണ്ടാകണം. അവർക്ക് പ്രോപ്പറായിട്ടുള്ള റെക്കോർഡിങ്സുകൾ ചെയ്തിട്ടുണ്ടാവണം. ഇൻവെസ്റ്റിഗേറ്ററി റിപ്പോർട്ട്സുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകണം. ഇത് നമ്മൾ ഹോസ്പിറ്റൽ റെക്കോർഡ്സുകളിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ കോപ്പി കൂടെ നമ്മുടെ ലീഗൽ പാർട്ടീസിൽ നിന്നും കൈപ്പറ്റിയിരിക്കും. നെക്സ്റ്റ് സെഷൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എമർജൻസി ഡ്രിൽസുകളും എമർജൻസി കോഡുകളെ കുറിച്ചിട്ടാണ്. ഒരു ഹോസ്പിറ്റൽസിൽ തന്നെ എമർജൻസി സിറ്റുവേഷൻസുകൾ അറൈസ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. ഈ എമർജൻസി സിറ്റുവേഷൻസിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യണം. പക്ഷെ ഒരിക്കലും നമുക്കത് ഡയറക്റ്റ്ലി എല്ലാവരും അറിയിച്ച് ഇതൊരു പാനിക് സിറ്റുവേഷൻ ആക്കിയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. കാരണം ഇങ്ങനെ ഒരു പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ ഒരു ഹോട്ട്സ്പോട്ടായി മാറാൻ ചാൻസസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു ഫയറോ അല്ലെങ്കിൽ ഒരു ബോംബ് ത്രെട്ടോ വന്ന സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിലൂടെ ഇതൊരു ബോംബ് ത്രെട്ട് അലേർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ പേഷ്യൻസുകളും ബൈസ്റ്റാൻഡേഴ്സും വിസിറ്റേഴ്സും പാനിക്കായിട്ട് ഇതൊരു മാസ് കാഷ്വാലിറ്റി തന്നെ ക്രിയേറ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അപ്പം ഇതിന് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആൻഡ് എഫിഷ്യൻറ്റ് വേയിൽ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എമർജൻസി കോഴ്സുകളും ഡ്രിൽസുകളും. അപ്പം ഈ എമർജൻസി കോഴ്സും ഡ്രിൽസിൻ്റെ ഉദ്ദേശം തന്നെ ഇതിൽ അലേർട്ട് ആകേണ്ടതായിട്ടുള്ള ആളുകളെ പ്രോപ്പറായിട്ട് ഇൻഫർമേഷൻസ് പാസ് ചെയ്യുകയും മറിച്ച് അവിടെയുള്ള പേഷ്യൻസിനെ ഒരു പാനിക് സിറ്റുവേഷൻസിലോട്ട് കൊണ്ടുവരാതിരിക്കാനും കൂടിയാണ് നമ്മൾ എമർജൻസി കോഡ്സുകളും ഡ്രിൽസുകളും ഹോസ്പിറ്റൽസുകളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഓരോ സിറ്റുവേഷൻസിനും നമ്മൾ ഡിഫറെൻറ്റ് കളർ കോഡ്സുകൾ വെച്ചിട്ടാണ് ഓരോ ഇവൻസുകളും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഈ ഇവൻസുകളെ എല്ലാ സ്റ്റാഫുകളിലോട്ടും അലേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എമർജൻസി കോഡ്സുകൾ യൂസ് ചെയ്യുന്നു. ഈ കോഡ്സുകൾ ഇൻ റിയൽ ലൈഫിൽ എങ്ങനെയാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു പ്രാക്ടീസ് സെഷൻസുകളാണ് നമ്മുടെ എമർജൻസി ഡ്രിൽസുകളിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് എമർജൻസി കോഡ്സുകൾ കാണാം. അക്വ എന്ന് പറയുന്നത് ഫ്ലഡാണ്. ഫ്ലഡ് ആയിട്ടുള്ള ടൈമിലെയാണ് നമ്മൾ അക്വ എമർജൻസി കോഡ്സുകൾ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ബ്ലാക്ക് കോഡ്സുകൾ എന്ന് പറയുന്നത് ബോംബ് ത്രെട്ട് ആണ്, അല്ലെങ്കിൽ സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ഓർ ബാഗുകളാണ്. ബ്ലൂ എന്ന് പറയുന്നത് മെഡിക്കൽ എമർജൻസി അല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റ് എന്നൊരു സിറ്റുവേഷനാണ്. ബ്രൗൺ എന്ന് പറയുന്നത് ഹസാർഡസ് ആയിട്ടുള്ള സ്പില്ലുകൾ സംഭവിച്ചിട്ടുള്ളതാണ്. ഗ്രീൻ ഇവാക്വേഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഗ്രേ എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ലോസ് അല്ലെങ്കിൽ ഫെയിലേഴ്സുകളാണ്. ഓറഞ്ച് എക്സ്റ്റേണൽ ഡിസാസ്റ്റേഴ്സുകളാണ്. പേർപ്പിൾ ഹോസ്റ്റേജ് ടേക്കിംഗ് ആണ്. റെഡ് ഫയർ അല്ലെങ്കിൽ സ്മോക്ക് അലേർട്ടുകളാണ്. സിൽവർ എന്ന് പറയുന്നത് ആക്റ്റീവ് അറ്റാക്കർ ഉള്ള ഒരു കണ്ടീഷനാണ്. വൈറ്റ് എന്ന് പറയുന്നത് വയലൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ്. യെല്ലോ അല്ലെങ്കിൽ ആംബർ എന്ന് പറയുന്നത് മിസ്സിങ് അഡൾട്ടാണ്. പിങ്ക് നമ്മുടെ മിസ്സിങ് ചൈൽഡുകളാണ്. ഈ എമർജൻസി കോഡ്സുകൾ നമുക്ക് ഡിഫറെൻറ്റ് സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് കളർ കോഡ്സുകളുണ്ട്. ഈ കളർ കോഡ്സുകൾ നമ്മൾ എങ്ങനെ അറിയിക്കും ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ? ഇത് നമുക്ക് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും? ഇൻ റിയൽ ലൈഫ് സിനാരിയോയിൽ ഇത് എങ്ങനെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത് തന്നെയാണ് എമർജൻസി ഡ്രിൽസുകൾ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ എമർജൻസി ഡ്രിൽസുകളിൽ നമ്മൾ ഇൻ റിയൽ ലൈഫ് സിനാരിയോയിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യും അതിൻ്റെ പ്രാക്ടീസ് സെഷൻസുകളാണ്. അപ്പം ഫോർ എക്സാമ്പിൾ, നമുക്കൊരു കോഡ് പിങ്ക് ആക്ടിവേറ്റ് ചെയ്യുന്നത് ഒരു ഹോസ്പിറ്റലിൽ നിന്നും ഒരു പേഷ്യൻറ്റിൻ്റെ ചൈൽഡ് മിസ്സാവുകയാണ്. ഈ ചൈൽഡ് മിസ്സാവുന്നത് നമ്മൾ ഹോസ്പിറ്റൽസിനെ എല്ലാവരെയും അറിയിക്കണം. എന്നാൽ ഇതൊരു പാനിക് സിറ്റുവേഷൻസ്, കാരണം നാളെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് മുന്നിൽ കണ്ട് പേഷ്യൻസുകൾ നമ്മൾ ഹോസ്പിറ്റൽസുകളിൽ വരാതിരിക്കാനോ അല്ലെങ്കിൽ അത് ഹോസ്പിറ്റലിൻ്റെ റെപ്യൂട്ടേഷനെ തന്നെ ബാധിക്കാൻ ചാൻസസ് ഉണ്ട്. എന്നാൽ ഇത് അറിയിക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ
ഇങ്ങനത്തെ ഒരു മിസ്സിങ് എന്താകാം, ആരാണോ ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള അവർ രക്ഷപ്പെട്ടു പോകാനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. അപ്പോൾ അറ്റ് ദി സെയിം ടൈം നമ്മൾ എല്ലാവരെയും അലേർട്ട് ചെയ്യിപ്പിക്കുകയും എന്നാൽ പേഷ്യൻസിനെ പാനിക് സിറ്റുവേഷൻസിലോട്ട് കൊണ്ടുവരാതിരിക്കുകയും വേണം. അപ്പം അതിന് നമ്മൾ ചെയ്യുന്നതാണ് എമർജൻസി കോഡ്സുകൾ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ നേരത്തെ പറഞ്ഞ പേഷ്യൻ്റെ ചൈൽഡ് മിസ്സിങ് കേസസിൽ നമ്മൾ പിങ്ക് കോഡുകളാണ്. ഫസ്റ്റ് കോഡ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. കോഡ് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം കൺഫേം ചെയ്യുന്നു. ഈ ഒരു ഇവൻ്റ് ഉറപ്പായിട്ടും നടന്നിട്ടുണ്ട് എന്നുള്ളത് കൺഫേം ചെയ്തതിന് ശേഷം നമ്മുടെ എമർജൻസി ടീം ഇതിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. ഓരോ എമർജൻസി കോഡും ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് പ്രോപ്പറായിട്ടുള്ള പോളിസീസുകളുണ്ട്. അപ്പം നമ്മൾ പൊതുവെ ഇതിനെ ആക്ടിവേറ്റ് ചെയ്യാറ് കോഡ് പിങ് ആക്ടിവേറ്റഡ് എന്ന് പറഞ്ഞ് 3 പ്രാവശ്യം മൈക്ക് സിസ്റ്റത്തിലൂടെ അനൗൺസ് ചെയ്യുന്നതാണ് അതിൻ്റെ ആക്ടിവേഷൻ ആകുന്നത്. വൺസ് ഇത് ആക്ടിവേറ്റ് ആകുന്നതോടുകൂടി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സുകളും ഇതിൻ്റെ സെർച്ചസിൽ ഇൻവോൾവ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സിംഗിൾ ടൈം തന്നെ നമുക്ക് എന്താക്കും, എൻ്റയർ ഹോസ്പിറ്റൽ ഏരിയാസിനെ കവർ ചെയ്യാൻ പറ്റും. സെക്യൂരിറ്റി ഗേറ്റ്സുകൾ അവരുടെ ഗേറ്റ്സുകൾ ക്ലോസ് ചെയ്യുന്നു. എൻട്രികളും എക്സിറ്റുകളും പ്രോപ്പറായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷന് ശേഷം മാത്രമാണ്. അപ്പം നമുക്ക് എന്താക്കാം, എല്ലാം പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇനി ഈ സെയിം തന്നെ വൺസ് നമുക്കത് എന്താണോ നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത ഒരു കോഡ് ഡീആക്ടിവേറ്റ് ചെയ്യുന്നത് വരെ ഈ ഒരു സിറ്റുവേഷൻ അങ്ങനെ നിലനിൽക്കുന്നതാണ്. അപ്പോൾ അതിന് ഡീആക്ടിവേഷനും നമുക്ക് പെർട്ടിക്കുലർ കോഡ്സുകൾ പറയുന്നുണ്ട്. അപ്പം കോഡ് പിങ്ങിൻ്റെ കേസസിൽ കോഡ് പിങ് ക്ലിയർ എന്ന് നമ്മൾ 3 പ്രാവശ്യം അനൗൺസ് ചെയ്തിട്ടാണ് ഇത് ഡീആക്ടിവേറ്റുകൾ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് സെഷൻ എന്ന് പറയുന്നത് ട്രയേജിങ് ആണ്. ഇപ്പോൾ ട്രയേജിങ് എന്ന് പറയുന്നത് പേഷ്യൻസിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യാണ്. അവരുടെ മെഡിക്കൽ കണ്ടീഷൻസും അവരുടെ ഏജ് എന്നുള്ള ഡിഫറെൻറ്റ് ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ അത്യാവശ്യമായിട്ടുള്ളവരെ പേഷ്യൻസിന് ഏറ്റവും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ്സുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടും ആംബുലൻ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് ഡിലേ ചെയ്യാൻ പറ്റുന്നവർക്ക് നമ്മൾ ഡിലേ ചെയ്ത മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്സുകൾ കൊടുക്കാനും വേണ്ടിയിട്ട്, അതായത് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെഡിക്കൽ കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് പേഷ്യൻറ്റിനെ കാറ്റഗറൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രയേജിങ് എന്ന് പറയുന്നത്. അപ്പം ട്രയേജിങ്ങും നമ്മൾ പൊതുവെ കളർ കോഡ്സുകളിലാണ് റെപ്രസെൻറ്റ് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ ഹൈ പ്രയോറിറ്റി, ഇൻ്റർമീഡിയറ്റ് പ്രയോറിറ്റി, ലോ പ്രയോറിറ്റി, അതേപോലെ ഡെഡ് എന്നുള്ള രീതിയിലാണ് പേഷ്യൻസിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഓരോ കളർ കോഡ്സുകളും എന്താണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് റെഡ് കോഡുകൾ നമ്മുടെ ഹൈ പ്രയോറിറ്റി അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെൻറ്റ്സ് ആവശ്യമായിട്ടുള്ളവരെയാണ് റെഡ് ട്രയേജിങ്ങിൽ ഇൻവോൾവ് ചെയ്യാറ്. ഡിലേഡ് ആയിട്ടുള്ളവരെ യെല്ലോ കളേഴ്സിൽ നമുക്ക് അവരൊരു 10 to 15 minutes ഒക്കെ ഡിലേ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇവരെയാണ് നമ്മൾ സെക്കൻഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത്. ഗ്രീൻ എന്ന് പറയുന്നത് ആംബുലൻ്റ് ആയിട്ടുള്ള പേഷ്യൻസ് ആണ്. അവരുടെ വൈറ്റൽസ് എല്ലാം നോർമലാണ്, അതേപോലെ അവർക്ക് വാക്ക് ചെയ്യാനൊക്കെ പറ്റുന്നുള്ള ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഗ്രീൻ കളറായിട്ട്. അവരെ ചില പേഷ്യൻസുകൾ നമ്മൾ എന്ത് ട്രീറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ടെങ്കിലും അവർ റിവൈവ് ചെയ്യാൻ ചാൻസസ് ഇല്ലെങ്കിൽ ഡെഡ് ആയിട്ടുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ ബ്ലാക്കിൽ കാറ്റഗറൈസ് ചെയ്യാറ്. നെക്സ്റ്റ്, ഒരു ഹോസ്പിറ്റൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്സുകളിൽ ഉണ്ടാകുന്ന സ്റ്റാഫുകളും അവരുടെ ഡ്യൂട്ടീസുകളുമാണ്. നമുക്ക് ഒരു ഹോസ്പിറ്റൽസിൻ്റെ ഇൻചാർജായിട്ട് ചീഫ് മെഡിക്കൽ ഓഫീസേഴ്സ് ഉണ്ടാകും, കൺസൾട്ടൻ്റ് ആയിട്ട് ഒരു സീനിയർ റെസിഡൻ്റ് ഉണ്ടാകും, അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ജൂനിയർ റെസിഡൻസുകൾ ഉണ്ടാകും, സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടാകും, നഴ്സിംഗ് സ്റ്റാഫുകൾ ഉണ്ടാകും, പാരാമെഡിക്കൽ സ്റ്റാഫുകൾ ഉണ്ടാകും, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകൾ ഉണ്ടാകും, അതേപോലെ സെക്യൂരിറ്റി ഗാർഡ്സുകൾ ഉണ്ടാകും. ഓരോ ഇൻഡിവിജ്വൽസിനും അവരുടേതായിട്ടുള്ള റോൾസുകളും ഡ്യൂട്ടീസുകളും നമ്മൾ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്സുകളിൽ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടാകും. അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റും അതിൻ്റെ ഡിഫറെൻറ്റ് ഫങ്ഷൻസുകൾ, അതിൻ്റെ ഡിഫറെൻറ്റ് ഓപ്പറേഷണൽ ആക്ടിവിറ്റീസുകളും അതിൻ്റെ സ്റ്റാഫുകളും എക്യുപ്മെൻറ്റ്സുകളുമാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്. ഇതുവരെ പറഞ്ഞ ക്ലാസ്സസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ലൈവ് സെഷൻസിലോട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക്
അന്ന് പ്രോപ്പറായിട്ടുള്ള നിങ്ങളെ ക്വയറീസുകൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.